സുപ്രീം കോടതി അഭിഭാഷകനായ പ്രശാന്ത് പത്മനാഭനും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി അനുവദിക്കുന്നത് ഈ പരാതി നൽകാൻ വൈകി എന്ന വാദം പ്രധാനമായും മുഖവിലക്കെടുത്തുകൊണ്ടാണ്. 2016 ശേഷം നടന്ന ഈ 8 വർഷങ്ങളിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? അതിനുശേഷം ഫേസ്ബുക്കിലടക്കം നടത്തിയ പല പ്രതികരണങ്ങളും ഇതിൻ്റെ സൂചനകൾ നൽകുന്നതായിരുന്നില്ല എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു. അത് എത്രത്തോളം മനസ്സിലാക്കാനാകുന്നുണ്ട്? ശ്രീ പ്രശാന്ത് പത്മനാഭൻ, നേരത്തെ തന്നെ ഈ മീറ്റു മൂവ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങളും ഉത്തരവ് തന്നെയും കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. പരാതി വൈകുന്നത് പരാതിയുടെ ഗൗരവം കുറയ്ക്കുന്നില്ല എന്നതടക്കം. അപ്പോൾ എങ്ങനെയാണ് ഇത് ന്യായീകരിക്കപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതിലുള്ളത്, പരാതി വൈകിയത് കൊണ്ട് കേസിന്റെ മെറിറ്റിനെ അഫക്ട് ചെയ്യത്തില്ല. അതായത് അതിജീവിത ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ട്രയൽ കോടതിയിൽ കേസ് നടക്കുമ്പോൾ അതിനൊരു തടസ്സമായിട്ട് വരില്ല. താമസം വന്നതുകൊണ്ട് ആ കേസിന്റെ മെറിറ്റിനെ അഫക്ട് ചെയ്യത്തില്ല. കേസിൽ ഒരാൾ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണോ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാലതാമസത്തെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ആ പരാതിയുടെ സീരിയസ്നെസ് നോക്കി തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കാം. ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പരിഗണിക്കുന്നത് വേറെ ചില വിഷയങ്ങളാണ്. ജാമ്യം കൊടുക്കുമ്പോൾ കോടതി നോക്കുന്നത് ഈ പ്രതി തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ, നിയമത്തിന്റെ പരിധി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ. ഈ കാര്യങ്ങളിലെ ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ ബെയിൽ കൊടുക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി വിധികൾ. അപ്പോൾ ആ രീതിയിലൂടെ നിയമത്തിന്റെ കണ്ണിൽ കൂടി മാത്രം നോക്കുമ്പോൾ ഇതിനകത്ത് 8 വർഷമായിട്ട് ഈ പ്രതി വെളിയിലാണ്. 8 വർഷം കൊണ്ട് നടക്കാത്ത എന്തെങ്കിലും ഒരു ടാമ്പറിങ് അല്ലെങ്കിൽ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമായിരിക്കാം കോടതി ജാമ്യം കൊടുക്കുന്ന സ്റ്റേജിൽ പരിഗണിച്ചത്. പക്ഷേ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അതിജീവിത ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അതും കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സിദ്ദിഖി ആരോപണത്തിന് ശേഷം. ആരോപണം നേരത്തെ ഉന്നയിച്ചതാണല്ലോ. അതാണ് അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം. നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ നേരത്തെ പറഞ്ഞ സമയത്തും ഇത്രയും വർഷങ്ങളായല്ലോ. അതിജീവിതയുടെ അഭിഭാഷക തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിച്ചിരുന്നു. പക്ഷെ അപ്പോഴും കോടതിക്ക് ഒരു സംശയം, നേരത്തെ മീഡിയയിലൂടെയും ഇത് വെളിപ്പെടുത്തിയിരുന്നു ഈ സ്ത്രീ. അപ്പോഴൊക്കെ ഈ സാഹചര്യത്തിലൊക്കെ ഉണ്ടാകാത്ത ഒരു വ്യത്യാസം, അതായത് പ്രതി വെളിയിലായിരുന്നു, ആ സമയത്തും ഇതുപോലുള്ള വിറ്റ്നസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് കളക്ട് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏതെങ്കിലും ഹോട്ടലിലെ രേഖകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല. പിന്നെ സാക്ഷികളെ ഏതെങ്കിലും രീതിയിൽ ഈ പ്രതിഭാഗം സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബെയിൽ ക്യാൻസൽ ചെയ്യാനുള്ള കാരണവുമാകും. അപ്പൊ അങ്ങനെ ബെയിലിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഒരാളെ പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ വിചാരണ നടത്താമെങ്കിൽ എന്തുകൊണ്ട് ബെയിൽ കൊടുത്തുകൂടാ എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയുടെ മുന്നിൽ ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ. അപ്പൊ അതില് ഈ പൊതുജന അഭിപ്രായം അത്ര പ്രാധാന്യമില്ല. അതിനകത്ത് നിയമത്തിന്റെ കണ്ണിൽ കൂടി മാത്രം നോക്കുമ്പോൾ കോടതി ആ നിയമത്തിന്റെ ആ ഒരു തത്വം മാത്രം അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ബെയിൽ കൊടുത്തതിൽ അത്ഭുതം കാണുന്നില്ല. PD ട്രയലും പെട്ടെന്ന് ഒരു ഡിസിഷനിൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ തെളിവുകൾ നിരത്തി ഏതെങ്കിലും രീതിയിൽ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതാണ് നിയമവ്യവസ്ഥയുടെ വിജയം. അതല്ലാതെ ഒരാളെ ജാമ്യമില്ലാതെ കുറച്ചു ദിവസം അകത്ത് ആയതുകൊണ്ട് മാത്രം അത് ഒരു വിജയം എന്ന് പറയാനില്ല. തീർച്ചയായും വളരെ നന്ദി പ്രശാന്ത് പത്മനാഭൻ. ഇപ്പോൾ